അപ്പോൾ ഞാൻ ഈ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും. അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താം എന്ന് CPM കരുതിയ തെറ്റാണ്. കാരണം ഞാൻ ചാവാൻ തയ്യാറായി തന്നെ ജീവിക്കുന്ന ആളാണ്. ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടിപ്പ്. കാരണം എനിക്കൊരു രാഷ്ട്രീയമുള്ളൂ, ദേശം അറിയത്തില്ല. ഈ സംഭവം ഉണ്ടായതിനു ശേഷം പറഞ്ഞു മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ മരിച്ചതുമായി ബന്ധപ്പെട്ട അയാൾക്ക് ഒരു വൈരാഗ്യം പറഞ്ഞു 2000. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് അത് ശരിയാണ്. അത് ഞാൻ മാത്രമല്ല, കേരളത്തിലെ എല്ലാ പത്രങ്ങളും ചെയ്തത്. അപ്പോൾ ഞാനിന്ന് നോക്കിയപ്പം മനോരമയുടെ ലിങ്കാണ് എനിക്ക് കിട്ടിയത്. അപ്പം മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു, ഡോക്ടറായിരുന്നു, 3-4 കൊല്ലം മുമ്പാണ്. അപ്പോൾ ഇയാളൊരു ഗുണ്ടയാണെന്ന് അറിയാതാണ് ഒരു വിവാഹം കഴിച്ചത്. പക്ഷേ ഇയാൾ ഗുണ്ടയാണ് എന്ന് തിരിച്ചറിഞ്ഞോടുകൂടി ഇയാൾ വിവാഹം കഴിഞ്ഞ 1-2 മാസം മരിച്ചു. ഇതെല്ലാവരും കൊടുത്തോളം ഞങ്ങൾ കൊടുത്തു. പക്ഷേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. മക്കളെ നമ്മൾ ഞാൻ പലപ്പോഴും കാലിക വിഷയങ്ങൾ സാമൂഹിക പ്രസക്തിയിൽ പറയാറുണ്ട്. ഞാൻ മക്കളിങ്ങനെ ഗുണ്ടകളുടെയും ലഹരിക്കാരുടെ കടയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ കൃത്യമായി എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ വീഡിയോ ചെയ്തു. ആ ഒരു വീഡിയോ കൊണ്ടാണ് ഇയാൾ ചെയ്തതെന്ന് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്ത വാർത്തയാണ് ഞാനും ചെയ്തത്. അതിനകത്ത് വ്യാജ വാർത്തയൊന്നും അല്ലാതെ എല്ലാ പത്രങ്ങളിലും മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യയുടെ മരണം, ഡോക്ടറായിരുന്നു, ആ നല്ല കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. പക്ഷേ ഇയാളിങ്ങനെ ഇയാൾക്ക് പിന്നെ CPM പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ. CPM നേതാക്കളുടെ ഫോട്ടോ മാത്രമല്ല ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന